നിങ്ങളൊരു പെണ്ണാണോ? നാണോ മാനോ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം കുറച്ച് നിങ്ങൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ ക്ലീവേജ് കാണിച്ചുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുക. ഇടയ്ക്കിടെ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതുവഴി നിങ്ങൾക്ക് ഫോളോവേഴ്സ് അടിച്ചു കയറും. അങ്ങനെ നിങ്ങൾക്ക് 1-2 മാസം കൊണ്ട് ഒരു 10,000 ഫോളോവേഴ്സിനെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ 10,000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനാബിൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും പഴയ പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുക വഴി നിങ്ങൾക്ക് കോടീശ്വരിയായി മാറാൻ പറ്റും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ കോടീശ്വരിയായി മാറിയ ഒരാൾ നമുക്കിടയിലുണ്ട്. അത് മറ്റാരുമല്ല, ഇൻസ്റ്റാഗ്രാം മോളികളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള അശ്വാനി എ. ഈ എ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പൊ നിലവിൽ പുള്ളിക്കാരി മാസം ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കുന്ന വരുമാനം കേട്ട് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എത്രയാണെന്ന് അറിയോ? ഇതുവരെയുള്ള കണക്ക് പ്രകാരം മാസം 69 ലക്ഷം രൂപ. എത്രയാണ്? 69 ലക്ഷം രൂപ. എന്റെ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും ഈ പണം ഉണ്ടാക്കാൻ പറ്റൂല. ആ തുകയാണ് ഒരു മാസം കൊണ്ട് ഈ പെണ്ണ് സമ്പാദിക്കുന്നത്. ഇപ്പൊ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ നിലവിൽ ആകെ അതിൽ 237 സ്റ്റോറീസും 3 പോസ്റ്റും 6 റീൽസും മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ പുള്ളിക്കാരി 11.7K സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിച്ചു എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ. മന്ത്ലി പുള്ളിക്കാരി ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് 390 രൂപയാണ്. അപ്പൊ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി. 390 ഇൻറ്റു 15,700 എത്രയായി? 69 ലക്ഷം രൂപ. എന്തായാലേ ചേച്ചിയുടെ ടൈമാണ് മക്കളെ ബെസ്റ്റ് ടൈം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കുറച്ചൊക്കെ നാണോ മാനോ മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കോടീശ്വരിയായിട്ട് മാറാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല കേട്ടോ. നമുക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇതേപോലെ പണം ഉണ്ടാക്കാം. നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള വ്യക്തിയാണെങ്കിൽ ടിക്ടോക്ക് വഴി ഇതുപോലെ ഏൺ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഏൺ ചെയ്യാം. അതുകൂടാതെ ടാങ്കോ പോലുള്ള ആപ്പുകൾ വഴി ഏൺ ചെയ്യാം. എല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരു മാസം തന്നെ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം. അത്രയും ഞരമ്പ് രോഗികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊക്കെ നിങ്ങളെ വളർത്തിക്കോളൂ. നിങ്ങളൊരു കോടീശ്വരിയായിട്ട് മാറ്റിക്കോളൂ. എന്തായാലും അശ്വാനി ചേച്ചിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയ സ്ഥിതിക്ക് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷനിൽ എന്തായാലും ഹിസ്റ്ററി ക്ലാസ് എല്ലാം എടുക്കുന്നതെന്നുള്ളത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കും. ഇനിയും മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി പുള്ളിക്കാരുടെ റേഞ്ച് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരുടെ 1-2 റീലുകൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും പുള്ളിക്കാരുടെ റേഞ്ച് എന്താണെന്നുള്ളത്. കണ്ടല്ലോ, ഇത് കണ്ടപ്പോ തന്നെ ചേച്ചിയുടെ റേഞ്ച് എത്രത്തോളം എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ഇതൊന്നല്ല മക്കളെ, ഇതൊക്കെ ചെറുത്. ഇനി ചേച്ചി ഒരു ആനനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മക്കളെ, നിങ്ങൾ അതൊന്ന് കണ്ടോക്കി. അങ്ങോട്ട് തേച്ചൊരിച്ച് കഴുകു പെണ്ണേ. എന്തായാലും ചേച്ചി നന്നായി തന്നെ ആനനെ കുളിപ്പിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ആവോ. എന്തായാലും ഇങ്ങനത്തെ സർവീസ് ഒക്കെ ചെയ്യാൻ ചേച്ചി ബെസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ഈ വീഡിയോക്ക് താഴെ വന്നൊരു കമന്റ് ആണ്, ഞാനൊന്ന് വായിച്ചുതരാം. ഉഫ്, ഇതൊക്കെയാണ് പെണ്ണ്. പറഞ്ഞ പോലെ ചെയ്യും. ഇതിന് അശ്വാനെ കൊടുത്ത റിപ്ലൈ നോക്കണേ. പിന്നല്ല പിന്നെ എന്ത് സർവീസ് ആണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതൊക്കെ ചെയ്തു തരാൻ ചേച്ചി തയ്യാറാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ചേച്ചിയെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്ന പക്ഷം എന്ത് സർവീസ് ചെയ്യാനും ചേച്ചി തയ്യാറാണ്. അല്ലേ ചേച്ചി? എന്തായാലേ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ എവിടെ എത്തി കാര്യങ്ങൾ. ഇപ്പൊ എങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് മാർക്കറ്റ് മക്കളെ. ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്രിയേറ്റീവായി വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പൊ പുല്ല് വിലാണ്. എനിക്ക് ഇവരുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് മറ്റേ ശ്രുതി തമ്പിനാണ് ഓർമ്മ വരുന്നത്. പുള്ളിക്കാർ 2 മാസം മുമ്പേ 2 കോടിന്റെ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ ഈ വീട് വെച്ചു എന്ന് ചോദിച്ച സമയത്ത് ശ്രുതി തമ്പി പറഞ്ഞ മറുപടി എന്താണ്? അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല.
ടിക്ടോക്കിൽ ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം നമ്മൾ ഓൺ ആക്കി വെക്കുക. അപ്പൊ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഓരോ കളി കളിക്കാൻ പറയും. നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും. ഇതായിരുന്നു അന്ന് ശ്രുതി തമ്പി പറഞ്ഞ മറുപടി. ഫസ്റ്റ് അത് കേട്ടപ്പോൾ എനിക്ക് കത്തിയില്ല കേട്ടോ. പിന്നെ ആലോചിച്ചപ്പോഴാണ് സംഭവം എന്താന്ന് പറഞ്ഞെന്ന് കത്തിയത്. സംഭവം ഒന്നുമില്ല. ടിക്ടോക്കിൽ ലൈവ് ഓൺ ആക്കി വെക്കുക. അപ്പൊ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഓരോന്ന് ചെയ്യാൻ പറയും. തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞു കിടക്കാനും ക്ലീവേജ് നല്ലോണം പൊക്കി കാണിച്ചു കൊടുക്കാനൊക്കെ പറയും. അതേപോലെ തന്നെ തൊട കാണിച്ചു കൊടുക്കാൻ പറയും. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് അവർ കുറെ പണം കൂട്ട് അയച്ചു തരും. അങ്ങനെ കുറെ പണം ഗിഫ്റ്റ് ആയി സമ്പാദിച്ചുകൊണ്ട് നമുക്ക് കോടീശ്വരായിട്ട് മാറാം. അങ്ങനെയാണ് ശ്രുതി തമ്പി 2 കോടിയുടെ വീട് വെച്ചതും ഒരു കാർ എടുത്തതും ഒക്കെ. അതേ ഒരു ലൈനിലാണ് നമ്മുടെ അശ്വനി ചേച്ചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതി തമ്പി ടിക്ടോക്കിലാണെങ്കിൽ അശ്വനി ചേച്ചി ഇൻസ്റ്റാഗ്രാമിലാണെന്ന് മാത്രം. അത്ര വ്യത്യാസമുള്ളൂ. രണ്ടാളും ചെയ്യുന്ന പരിപാടി ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. എന്തായാലും ഇനി നമ്മൾ പറഞ്ഞ സമയം കളയാതെ ചേച്ചി ഇനി ഐസ്ക്രീം കഴിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കാം നമുക്ക്. അങ്ങോട്ട് നല്ലോണം മൂഞ്ചി ചേച്ചി. എന്തായാലേ ചേച്ചി ഐസ്ക്രീം കഴിക്കുന്നത് കാണാൻ വരെ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കാണ്. അമ്മാതിരി സർവീസ് അല്ലേ ചേച്ചി കൊടുക്കുന്നത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനി ചേച്ചി കുതിരനെ തടവുന്ന ഒരു വീഡിയോ ഉണ്ട്. അതും കൂടി കണ്ടോക്കാം. ചേച്ചി നല്ല തടവലാണല്ലോ. തടവി ആ കുതിരക്കൊന്നും പറ്റാതിരുന്നാൽ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ചേച്ചി ഭയങ്കര അധ്വാനാണല്ലേ. ആനയെ കുളിപ്പിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, കുതിരയെ തടവുന്നു. ഇങ്ങനെ ഓടി നടന്ന് ചേച്ചി പല സർവീസും നടത്തുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ചേച്ചി എന്തോ ഒന്ന് കുലുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. എന്താ ചേച്ചി ഇതൊക്കെ ഓപ്പണായി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശിവാ ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ചേച്ചി വന്ന് എങ്ങോട്ടാണ് ഈ കയറി പോകുന്നത്? എന്തായാലും ബാക്കി കണ്ടോക്കാം. ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. ചേച്ചി ഷെയ്ക്ക് കുലുക്കിയതാണ്. ഞാൻ വേറെന്തോ വിചാരിച്ചു. അല്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആരായിരുന്നു തെറ്റിദ്ധരിക്കുക? അല്ല ഇങ്ങനെ തെറ്റിദ്ധരിക്കണല്ലോ. അതാണല്ലേ ചേച്ചിക്ക് വേണ്ടത്. എന്നാലല്ലേ സബ്സ്ക്രിപ്ഷനിൽ ആള് കൂടത്തുള്ളൂ. മാസം കോടികൾ വാരാൻ പറ്റത്തുള്ളൂ. ഇനി ചേച്ചി കള്ള് ഷോപ്പിൽ കള്ള് കുടിക്കാൻ പോകുന്ന രംഗമുണ്ട്. അതും കൂടി കണ്ടോക്കാം നമുക്ക്. നല്ല കുടിയാണല്ലേ ചേച്ചി. അപ്പൊ ചേച്ചിക്ക് ഇതും വശമുണ്ട് അല്ലേ. ഐസ്ക്രീം ഉണ്ണാനും ഷെയ്ക്ക് കുടിക്കാനും ആനനെ കുളിപ്പിക്കാനും മാത്രമല്ല നന്നായി കള്ള് കുടിക്കാനും ചേച്ചിക്ക് അറിയാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ചേച്ചി വീഡിയോക്ക് താഴെ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് വായിച്ചുതരാം. ഇത് വെറും ഒരു റീല് മാത്രമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് കഞ്ഞിവെള്ളം മാത്രമാണ്. യാതൊരുവിധ മദ്യപാനവും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. പ്രധാന മുന്നറിയിപ്പ്: ഈ വീഡിയോ വിനോദത്തിനായി മാത്രം തയ്യാറാക്കിയതാണ്. ദയവായി ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ്. വല്ലാത്തൊരു ഡിസ്ക്ലൈമർ ആയി പോയത്. ഇതൊക്കെ ചേച്ചി അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ചേച്ചി ശരിക്കും കള്ള് കുടിച്ചതാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇത് കുറച്ച് മാസം മുമ്പ് മറ്റേ രേണുസുതി കള്ളി ഷോപ്പിൽ നിന്ന് വീഡിയോ ചെയ്ത മാതിരിയായി പോയി. അവിടുത്തെ മാട്ട് കള്ള് പോകുന്നത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് പറയാണ് ഞാൻ കഞ്ഞിവെള്ളമാണ് കുടിച്ചത് പോലും. അതേമാതിരിയാണ് ഇപ്പൊ അശ്വനി ചേച്ചി പറയുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അശ്വനി ചേച്ചിന്റെ ഒരു കുളിസീനുണ്ട് മക്കളെ. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. നല്ല കുളയാണല്ലേ ചേച്ചി. എന്തായാലും പണ്ട് പാത്തും പതുകിയും ഒക്കെ കുളക്കടവിൽ കുളിസിയും കണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പൊ നല്ല കോളായി. ഓപ്പൺ ആയി കുളിസിയും കാണാനുള്ള അവസരമല്ലേ ചേച്ചി ഒരുക്കി തന്നിരിക്കുന്നത്. ചേച്ചിയൊക്കെ നിങ്ങൾ കാല് തൊട്ട് വന്ദിക്കണം. ഇനി ഇതിന് താഴെ ഒരു കമന്റ് നമുക്ക് നോക്കാം. സബിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ. അപ്പൊ അതിന് ചേച്ചി കൊടുത്ത മറുപടിയാണ്: ഇതിന്റെ അണുക്കെട്ടാണ് സബിൽ വരാനിരിക്കുന്നത്. എന്താ ചിരി ചേച്ചിന്റെ. ഇതിന്റെ അണുക്കെട്ടാണ് പോലും സബ്സ്ക്രിപ്ഷനിൽ വരാൻ നിൽക്കുന്നത്. ഇത് വിചാരിച്ച ആരും ഓടി പോയി ചേച്ചിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നിൽക്കണ്ട. ചേച്ചിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരാളുടെ ഒരു കമന്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. വെറുതെ ആ മോനെ, അതിലൊന്നുമില്ല, ഞാൻ എടുത്തു നോക്കിയതാ. അത് അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ ബ്ലോക്ക് ആക്കി.
കേട്ടല്ലോ, അത്രേ ഉള്ളൂ. പുള്ളിക്കാരി റീല് കാണിച്ച് കൂട്ടുന്നൊക്കെ കണ്ടിട്ട് എല്ലാരും കൂടെ ഓടിച്ചാടി ചെന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നിൽക്കണ്ട, നിങ്ങൾ മൂഞ്ചും കിടന്നിട്ട്. റീലുള്ള അത്ര പോലും സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർ പറയുന്നത്. എന്തായാലും ഇങ്ങനെ നീളുന്നു ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനിടയ്ക്ക് ചേച്ചിനെ ആരോ എടുത്ത് ട്രോളി കേട്ടോ. അങ്ങനെ ട്രോളിയ സമയത്ത് ആ ട്രോള് വല്ലാണ്ട് അങ്ങ് കൂടിപ്പോയി. അങ്ങനെ ചേച്ചി എന്താക്കി, അയാൾക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ചേച്ചി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് റോസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തിരക്കണം കേട്ടോ. ഈ ഡീഫോമേഷൻ എന്താണെന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. അപ്പം അതിന് മുകളിൽ ഒരാളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് പുള്ളിയുടെ പേരിൽ FIR ഇട്ട് കേസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അഡ്രസ്സ് മറച്ചേട്ടോ. അപ്പോൾ ഒരാൾക്കെതിരെ അപകീർത്തിപ്പെടുത്തുക, അതുപോലെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഡീഫോമേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫണ്ണായിട്ട് തന്നെ എടുക്കും. അങ്ങനെയുള്ള വീഡിയോസിന്റെ താഴെ പോയി ഞാൻ തന്നെ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരാളെ മനഃപൂർവ്വം മോശമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാര്യം കോടതി കയറി ഇറങ്ങേണ്ടി വരും. FIR ഒക്കെ ഇട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് നടത്തി മുന്നോട്ട് പോകാനുള്ള ആംബിയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. കാര്യം എനിക്കും നല്ല ആംബിയറാണ്. അപ്പം കേസൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഈ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിയമം അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ വല്ല ChatGPT എടുത്തോ ജെമിനി എടുത്തൊക്കെ ഒന്ന് പോയി ചോദിക്കും, എന്താണ് ഒരാളെ പറ്റിയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ചേച്ചിനെ വല്ലാണ്ട് അങ്ങ് ട്രോളാൻ നിൽക്കണ്ട. ട്രോളി കഴിഞ്ഞാണെങ്കിൽ ചേച്ചി കേസ് കൊടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ ചേച്ചിക്ക് കേസും കൂട്ടവും ഒക്കെ ആയിട്ട് നടക്കാൻ നല്ല സമയമുണ്ട് എന്നാണ് ചേച്ചി പറയുന്നതല്ലേ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവല്ലോ. ചേച്ചിക്ക് എന്താണ് ഒരു മെനക്കേട്? 2 ദിവസം കൂടുമ്പോൾ ഒരു 30 സെക്കൻഡ് റീൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ ഇടുക. അതല്ലാണ്ട് ചേച്ചിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള സമയം മൊത്തം ചേച്ചി ഫ്രീ ആണ്. അക്കൗണ്ടിലേക്കാണെങ്കിൽ കോടികൾ വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് വേണമെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വേണ്ട പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങാലോ. ചേച്ചിക്കാണെങ്കിൽ ബോർ അടിക്കില്ല, വെറുതെ ഇരിക്കുന്ന സമയം അങ്ങ് പോയി കിട്ടുകയും ചെയ്യും. എന്തായാലും ചേച്ചിന്റെ ഒക്കെ ഒരു ലൈഫ്, ചേച്ചിന്റെ ലൈഫാണ് യഥാർത്ഥ ലൈഫ്. എന്തായാലും ചേച്ചി രാവിലെ ആൾക്കെതിരെ കൊണ്ടുപോയി കേസൊക്കെ കൊടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പോലീസ് ആളെ പൊക്കി കേട്ടോ. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി ചേച്ചി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ. അപ്പോ എന്നെ പറ്റിയിട്ട് ഒരാൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഫണ്ണായിട്ട് ചെയ്യുന്ന റോസ്റ്റിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഒരാളെ വ്യക്തിപരമായിട്ട് അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും തെറി വിളിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും ആ വ്യക്തിക്കെതിരെ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതന്നെ പറഞ്ഞ, ഇങ്ങനെ ഈ റോസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമസഹായം തേടി ജസ്റ്റ് അതൊന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ തൊട്ട് മുന്നേ ഇട്ട വീഡിയോയിൽ ഒരുപാട് മണ്ടന്മാര് വന്ന് കമന്റ് ചെയ്തായിരുന്നു. അതായത് നിനക്ക് നീതി കിട്ടാൻ പോകുന്നില്ല, നീ കാണിക്കുന്നൊന്നും ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് നീതി കിട്ടി. നിന്നെയൊക്കെ കാട്ടിലും ബോധവും വിവരവും ഉള്ളവരാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അപ്പൊ അത് നീ മനസ്സിലാക്കുക, നീയൊക്കെ അത് മനസ്സിലാക്കുക. ഇല്ലീഗലായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ പരിധിയിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ റോസ്റ്റിംഗ് ആയാലും നിങ്ങൾ നിങ്ങളുടെ പരിധിയിൽ നിന്ന് ചെയ്യുക. അപ്പോ അതാണ് സംഭവം. പിന്നെ എനിക്ക് രാവിലെ ഇട്ട ഈ റോസ്റ്റിംഗ് വീഡിയോ ഈ പുള്ളി രാവിലെയാണ് ഇട്ടത്. അപ്പം ഇപ്പൊ ഈവനിങ് ആയപ്പോ എനിക്ക് നീതി കിട്ടി. പക്ഷെ ഉച്ചയ്ക്ക് കിട്ടേണ്ടത് നീതിയായിരുന്നു. ഞാൻ എന്റെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് പോയതുകൊണ്ട് ഞാൻ ലേറ്റാക്കി. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടേണ്ടുന്ന നീതിയായിരുന്നു. ആണില്ലേ? രാവിലെ കൊണ്ടുപോയി ചേച്ചി കേസ് കൊടുത്തപ്പോഴേക്കും ഉച്ച ആയപ്പത്തിനേക്കും പോലീസ് ആളെ പൊക്കി. വൈകുന്നേരം ആയപ്പത്തിനേക്കും ചേച്ചിക്ക് നീതി കിട്ടുകയും ചെയ്തു. എന്തൊരു ശുഷ്കാന്തി ആണല്ലേ ഇവിടുത്തെ പോലീസ് ഏമാന്മാർക്ക്. ഈ ശുഷ്കാന്തി മറ്റുള്ളവരുടെ കാര്യത്തിലും പോലീസുകാരെ കാണിച്ചിരുന്നെങ്കിൽ എന്നേ ഈ നാട് നന്നായി പോയേനെ. അല്ല, മുമ്പ് ഇതിനേക്കാളും ഗുരുതരമായി ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ പെൺകുട്ടി അവളുടെ ചിത്രം മോർഫ് ചെയ്ത് ഒരുത്തം പ്രചരിപ്പിച്ച സമയത്ത് അവള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് പോലീസുകാർ അവളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അവളിപ്പോ വർഷങ്ങളോളമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കാണ്, ഇപ്പോഴും നടക്കാണ്. എന്തിനു പറയുന്നു? അവൾ ആളെ പിടിച്ച് പോലീസുകാരെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി കൊടുത്തു. എന്നിട്ട് പോലും പോലീസുകാർ വേണ്ട നടപടി എടുത്തില്ല. അങ്ങനെയുള്ള പോലീസ് ഏമാന്മാരുള്ള നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോഴേക്കും ഉടനെ നടപടിയായത്. വിത്തിൻ ഹവേഴ്സ്
ആള് പൊക്കിയത്. ഒന്നും വേണ്ട, ഇവിടെ എന്റെ ഭാര്യന്റെ ഫോട്ടോ എടുത്തിട്ട് മറ്റേ ഷാജി എന്ന് പറയുന്ന പെണ്ണ് അവള് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് വൃത്തികേട് പറഞ്ഞത് കാരണം ഞാൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും തുടക്കത്തിൽ എന്നെ പോലീസുകാർ മൈൻഡ് പോലും ചെയ്തില്ല. ലാസ്റ്റ് കുറെ നടക്കേണ്ടി വന്നു എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഞാൻ ഒരു ആണായതുകൊണ്ടാണെന്ന് വെക്കാം. ഇവിടെ ആണുങ്ങൾക്ക് പൊതുവെ നീതി കിട്ടുന്ന കുറവാണല്ലോ. പക്ഷേ പെണ്ണായ എലനോസ് പാട്ട് ഇവിടെ കേസ് കൊടുത്തിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടുത്തെ പോലീസ് സിസ്റ്റം. ഒന്നും വേണ്ട, ഇവിടെ ദിനം പ്രതി എന്റെ ഇൻസ്റ്റാഗ്രാം DMൽ എനിക്ക് എത്ര ആളുകൾ മെസ്സേജ് അയക്കാറുണ്ടെന്ന് അറിയോ? ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇന്ന ആവശ്യത്തിന് പോയി, എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ എല്ലാ പൊട്ടും മുളയും എടുത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ ആശ്വസിപ്പിച്ച് വിടും. അങ്ങനെയുള്ള നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് സാധാരണക്കാരുള്ള ഈ ലോകത്ത് ഇങ്ങനെ ഒരു പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോഴേക്കും ഉടനെ നടപടി അല്ലേ? എന്താണ് കാരണം? ഇവളുടെ കയ്യിൽ പണമുണ്ട്, മാസം കോടികളല്ലേ സമ്പാദിക്കുന്നത്. അപ്പൊ പിന്നെ കേസ് കൊടുത്താൽ ഉടനെ നടപടി ഉണ്ടാകും. നേരെ മറിച്ച് ഒരു സാധാരണക്കാരനായി നോക്കണം, അപ്പം കാണാൻ പോകില്ല. എന്തായാലും കൊള്ളാം പോലീസ് ഏമാമാരെ, ഇവള് കേസ് കൊടുത്തപ്പോഴേക്കും ഉടനെ നടപടി എടുത്ത് നിങ്ങൾക്കെല്ലാം ബിഗ് സല്യൂട്ട്. നന്നായി വരും, ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ബാക്കി പറഞ്ഞാലോ ഇത്രയും ഫാസ്റ്റ് ആണ് നമ്മുടെ കേരള പോലീസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമുക്ക് പണ്ടേ മനസ്സിലാക്കണം. നമ്മുടെ കേരള പോലീസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. പക്ഷെ ഫാസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് പണവും പിടിപാടും ഉള്ളവന് കേസ് കൊടുക്കണമെന്ന് മാത്രം. അല്ലാത്തൊരു കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒച്ച ചെയ്യുന്ന പോലെ ആയിരിക്കും പോലീസിന് നടപടി ഉണ്ടാവുക. നടപടി ഉണ്ടായാലായി, അത്ര തന്നെ പറയാം. എന്തായാലും ബാക്കി പറഞ്ഞാട്ട് എന്തായാലും മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഈ റോസ്റ്റ് ചെയ്യപ്പെട്ട ഇരകളുണ്ടല്ലോ, ആ ഇരകൾ വിചാരിക്കരുത് നമുക്ക് നീതി കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനെതിരെയല്ലേ അവർ ചെയ്യുന്നത് എന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്താണ് അതൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കരുത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാം. കാര്യം പലരെയും എടുത്ത് ഓരോരുത്തർ റോസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള അതിര് കടന്ന്. അപ്പോ ആ അതിര് കിടക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സമയക്കുറവുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നല്ല സമയമുണ്ട്. അപ്പൊ ഇനി ഈ പുള്ളി ഇട്ട വീഡിയോ 2000 വരെ എന്തോ കണ്ടിട്ടുണ്ട്, 100 സംതിങ് പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സേവ് ചെയ്തൊക്കെ വെച്ചോ, എന്നിട്ട് ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇരുന്ന് കണ്ടാൽ മതി. പക്ഷേ അതല്ലാതെ അതിനെ എടുത്ത് ഇനിയും റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ട് പർപ്പിളിനെ പറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇനി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെയും ഒക്കെ ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നിനക്കൊക്കെ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിന്റെ അച്ഛനെ അമ്മയൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനെ ഇത്രയും സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീക്ക് ഇനിയും വീഡിയോ ചെയ്തോ, അല്ലാതെ ഒന്നുമില്ല പറയാൻ. ഓക്കെ, അപ്പൊ അത്രയുമാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. അറിഞ്ഞെടുത്തോളം ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്ത ആ പയ്യൻ ഏതോ മൈനർ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛനും അമ്മേനൊക്കെ കാര്യം ചേച്ചി എടുത്ത് പറയുന്നത്. എന്തായാലും ചെക്കന്റെ കാര്യം ഇതോടെ തീരുമാനമായി കിട്ടി. ഇനി ഈ ചെക്കനെ പോലീസുകാരും ഇവളും കൂടി ഇരുന്ന് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഇവൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ടു നമുക്ക് അവസാനിപ്പിക്കാം. റീച്ചിന് വേണ്ടിട്ട് അല്ല, റീച്ച് എന്നല്ല, പിന്നെ ഒരു രസമല്ല, പിന്നെ പറയണെങ്കി പറ, സത്യസന്ധമായിട്ട് പറ, എന്തിനാ വീഡിയോ ചെയ്ത നീ പറ. അത് സത്യം പറഞ്ഞ അസൂയ ഉണ്ട് അല്ലേ? അസൂയനെ കൊണ്ടാണ് പോലും വീഡിയോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ചെക്കനെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ. ഇവിടെ ആർക്കാണ് ചേച്ചിനോട് അസൂയ തോന്നി പോകാത്തത്? ഉള്ളത് പറയാലോ, എനിക്ക് ചേച്ചിനോട് നല്ല അസൂയുണ്ട്. കാരണം നമുക്കൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 4 മണിക്കൂർ മെനക്കേടാണ്. ഒരു കണ്ടന്റ് കണ്ടെത്തി അത് പഠിച്ച് അത് സ്ക്രിപ്റ്റ് ആക്കി അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 3-4 മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടും. ഒരു രാത്രിയിൽ ഉറക്കം അങ്ങോട്ട് പോയി കിട്ടും. ഇത്രയും എഫേർട്ട് എടുത്താണ് നമ്മൾ ഒരു ദിവസം 2 വീഡിയോ ചെയ്യുന്നത്. 2 വീഡിയോക്കും കൂടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്രയാണ്? 8 മണിക്കൂർ. ഈ 8 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഒരു ദിവസം 2 വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് പോലും ചേച്ചി ഉണ്ടാക്കുന്നതിന് 5-1 പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ചേച്ചി ആണെങ്കിൽ വന്നെന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അതാ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ആർക്കാണ് ചേച്ചിനോട് അസൂയ ഒന്നും പോവാത്തത്? എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. അല്ലേ, അത്രേ ഉള്ളൂ. ഈ പൈസ വരുന്ന അസൂയ കൊണ്ട് അല്ല, എനിക്ക് ഭയങ്കര, ഞാൻ എന്റെ കാര്യം അറിഞ്ഞല്ലോ. അപ്പൊ എനിക്ക് എന്റെ ജീവിതം, എടാ നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിലേ അവളെ പറ്റി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിലോ നീ എന്താ അത് ചിന്തിക്കാതെ? അതൊക്കെ ശരിയാണ് ചേച്ചി. പക്ഷെ ഞങ്ങളെ പെങ്ങന്മാരൊന്നും ചേച്ചി ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറില്ല. അവർ അവരുടേതായ രീതിയിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് അടിക്കാനൊന്നും ചേച്ചിക്ക് അവകാശമില്ല. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് പേരിൽ എനിക്കെതിരെ ചേച്ചി കേസ് കൊടുക്കാനാണെങ്കിൽ ഞാൻ അതിന്റേതായ രീതിയിൽ ഡീൽ ചെയ്തോളാം. ചേച്ചി എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. മതി മതി മതി, ഇപ്പോ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കേസുമായിട്ട് മുന്നോട്ട് പോവാം. ബാക്കി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കോടതി വെച്ച് കാണാം. ശരിയാവും, മാമ ടെൻഷൻ അടിക്കണ്ട. കോടതി വെച്ച് കാണാം, കോടതിയിൽ. ഓക്കെ, ചെക്കനെ പോലീസ് ഏമാന്മാരും ചേച്ചിയും കൂടി ചേർന്ന് നല്ലോണം വിരട്ടി വിട്ടിട്ടുണ്ട് അല്ലേ? ചെക്കന്റെ സംസാരത്തിലാണെങ്കിൽ ചെക്കൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും ഇവിടെ പരാതി ഇൻസ്റ്റാഗ്രാമിനോടോ നമ്മുടെ സിസ്റ്റത്തോടോ ഒന്നുമല്ല, ദൈവത്തിനോടാണ്. എനിക്കിവിടെ ദൈവത്തിനോട് ഒരൊറ്റ പരാതി മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ 2 വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു വിഭാഗത്തിന് കൊടുക്കാതെ ഒന്നൊരു വിഭാഗത്തിനും മറ്റൊന്ന് വേറെ വിഭാഗത്തിനും കൊടുക്കണം. ഇത് ലോകത്ത് എവിടെ പോയാലും വൻ ഡിമാൻഡുള്ള 2 സാധനങ്ങൾ ഒരു വിഭാഗത്തിന് കൊടുക്കുക. എന്നിട്ട് അത് വെച്ച് അവർ കോടികൾ സമ്പാദിക്കുക. എന്നിട്ട് നമുക്ക് തരുന്നതോ ഒരു ചുള്ളിക്കമ്പ് മാത്രം.
മാത്രം. എന്നിട്ട് അത് വെച്ച് നമ്മളോട് പറയാം നിങ്ങൾ തെങ്ങ് കയറിക്കോ, സിമെന്റ് കോരാൻ പോയിക്കോ, ഇരുന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച വല്ല എഞ്ചിനീയറോ ഡോക്ടറോ ആയിക്കോ, അങ്ങനെ നിങ്ങൾ പണം സമ്പാദിച്ചോ. മറ്റേ വിഭാഗത്തിനാണെങ്കിലോ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും കോടികൾ വരുമാനം. ഇനി നമ്മളെങ്ങാനും അറിയാണ്ട് നമ്മൾ ചുള്ളിക്കമ്പ് കാണിച്ചു പോയി കഴിഞ്ഞാണെങ്കിലോ കേസായി, കൂട്ടായി, ജയിലിലായി, ആകെ സീനായി. അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ 2 വിലപിടിപ്പുള്ള സാധനം ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കാതെ, ഒരു വിലപിടിപ്പുള്ള സാധനം ഒരു വിഭാഗത്തിനും മറ്റേ സാധനം വേറെ വിഭാഗത്തിനും കൊടുക്കണം. അവിടെയെങ്കിലും ദൈവം ഒരു ജെൻഡർ ഈക്വാലിറ്റി കാണിക്കണമെന്നാണ് എനിക്ക് പറയണത്. ഞങ്ങളും അത് കാണിച്ച് കോടികൾ സമ്പാദിക്കട്ടോ. ഹീറോ മാത്രം ഇങ്ങനെ സമ്പാദിച്ചാൽ മതിയോ? ഇനി ഇവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ നമുക്കെതിരെ കേസുമായി. ദൈവം കണക്കന്നെ, ഇവിടുത്തെ സിസ്റ്റവും കണക്കന്നെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.